السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. عن القاسم عن عائشة قالت: سئلت ما كان رسول الله صلى الله عليه وسلم يعمل في بيته؟ قالت: كان بشرا من البشر يفلي ثوبه ويحلب شاته ويخدم نفسه. അൽ ഖാസിമിൽ നിന്ന് നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ എന്തായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം ഒരു സാധാരണക്കാരനായാണ് ജീവിച്ചിരുന്നത്. വസ്ത്രം വൃത്തിയാക്കുകയും ആടിനെ കറക്കുകയും തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇമാം അഹ്മദ് 6256. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാളിത്യവും വിനയവുമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നും അദ്ദേഹം എത്രത്തോളം വിനയമുള്ളവനായിരുന്നുവെന്നും ഈ ഹദീസ് വ്യക്തമാക്കുന്നുണ്ട്. ലോക നേതാവാണെന്ന അഹങ്കാരമില്ലാതെ സ്വന്തം ജോലികൾ സ്വയം ചെയ്യാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടത്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്: കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി ഫഇദാ ഖളറതി സ്വലാത്തു ഖറജ ഇലാ സ്വലാഹ്. അദ്ദേഹം തൻ്റെ വീട്ടുകാരുടെ ജോലികളിൽ സഹായിക്കാറുണ്ടായിരുന്നു. നമസ്കാര സമയമായാൽ അദ്ദേഹം നമസ്കാരത്തിലേക്ക് പുറപ്പെടുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലോകത്തിൻ്റെ നായകനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടുകാർ തൻ്റെ ഭാര്യയ്ക്ക് സഹായം ചെയ്തു കൊടുത്തിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഹദീസിൽ കാണാൻ കഴിയും. അത്രത്തോളം വിനയത്തോടു കൂടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബക്കാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വീട്ടിലിരിക്കുമ്പോൾ ഭാര്യയെ സഹായിക്കുന്നത് അത് ഒരു അന്തസ്സിന് കുറവായൊരു കാര്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറിച്ച് അതൊരു ഉത്തമ സ്വഭാവത്തിൻ്റെ ലക്ഷണമായാണ് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഉത്തമൻ തൻ്റെ കുടുംബത്തിന് നന്മ ചെയ്യുന്നവനാണ്, ഞാൻ എൻ്റെ കുടുംബത്തിന് ഏറ്റവും നന്മ ചെയ്യുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇനി അഹങ്കാരം തീരെയില്ലാത്ത ഒരാളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഹങ്കാരം വിശ്വാസിക്ക് ചേർന്നതല്ലെന്നും വിനയമാണ് വിശ്വാസിയുടെ മുഖമുദ്രയെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിനായി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവൻ്റെ പദവി ഉയർത്താതിരിക്കുകയില്ല എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി സാധാരണക്കാരനെ പോലെയുള്ള ജീവിതമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചിരുന്നത്. വലിയ അധികാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ വസ്ത്രം നന്നാക്കാനും ചെരുപ്പ് തുന്നാനും അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല എന്നാണ്. സൂറത്തു ഫുർഖാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും: വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. കാരുണ്യകന്റെ ദാസന്മാർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാകുന്നു എന്ന് സൂറത്തുൽ ഫുർഖാനിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. അഹങ്കാരമില്ലാതെ വിനയത്തോടെയായിരിക്കും വിശ്വാസികൾ ഭൂമിയിലൂടെ നടക്കുക എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അധ്വാനത്തിൻ്റെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. സ്വന്തം കൈകൾ കൊണ്ട് പണിയെടുത്ത് ജീവിക്കുന്നത് അത് പ്രവാചകന്മാരുടെ ചര്യയാണ്. അവരൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ ഉത്തമമായ ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി ആ പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അതൊരു ഉത്തമമായ കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരിക.
പലപ്പോഴും പുറത്തൊക്കെ നല്ല ഡീസൻ്റ് ആണെങ്കിലും വീട്ടിൽ ഒന്ന് പറഞ്ഞ രണ്ട് കൈകൊണ്ട് കൊടുക്കുന്ന സ്വഭാവക്കാർ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവർക്കൊരു മാതൃകയാകുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാക്കി നമ്മളെല്ലാവരെയും മാറ്റുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.